തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ ചരിത്രം. കൊച്ചി രാജവംശത്തിന്റെ പാരമ്പര്യവും പ്രതാപവും പേറുന്ന നഗരമാണ് തൃപ്പൂണിത്തുറ. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ കോളേജ് കേരളത്തിലെ ആയുർവേദ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ സ്ഥാപനങ്ങളിലൊന്നാണ്. 1920കളിൽ കൊച്ചി രാജാവായിരുന്ന രാജർഷി രാമവർമ്മയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ആയുർവേദത്തിന്റെ തനതായ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ആധുനിക രീതിയിലുള്ള വൈദ്യവിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുമാണ് ഇത് വിഭാവനം ചെയ്തത്. ആരംഭകാലത്ത് ഇതൊരു ചെറിയ പാഠശാലയായാണ് പ്രവർത്തിച്ചിരുന്നത്. കൊച്ചി രാജ്യത്തെ പ്രശസ്തരായ വൈദ്യന്മാരെ അണിനിരത്തിക്കൊണ്ട് ആയുർവേദ പാഠശാല എന്ന നിലയിൽ തുടങ്ങിയ ഈ സ്ഥാപനം പിന്നീട് ആയുർവേദ ചികിത്സാരീതികളെ കൂടുതൽ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നതിലേക്ക് മാറി. രാജകുടുംബത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഇതിന്റെ ആദ്യകാല പ്രവർത്തനം. അക്കാലത്ത് വൈദ്യകലാപരീക്ഷ പോലുള്ള കോഴ്സുകളാണ് ഇവിടെ നടത്തിയിരുന്നത്. 1950കളിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനുശേഷം ഈ സ്ഥാപനം ഗവൺമെന്റ് ആയുർവേദ കോളേജ് എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. അതോടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആയുർവേദം പഠിക്കാനുള്ള അവസരം കൈവന്നു. പഴയകാലത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും മാറി ആധുനിക സർവകലാശാലാ പഠനരീതികളിലേക്ക് കോളേജ് പതുക്കെ പരിണമിച്ചു. ബിരുദ കോഴ്സുകൾ ആരംഭിച്ചതോടെ കോളേജിന്റെ പ്രശസ്തി കേരളത്തിനു പുറത്തേക്കും വ്യാപിച്ചു. തൃപ്പൂണിത്തുറയിലെ പഴയ കൊട്ടാരക്കെട്ടുകളോട് അനുബന്ധിച്ചുള്ള സ്ഥലത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ശാന്തവും പ്രകൃതിരമണീയവുമായ അന്തരീക്ഷം ആയുർവേദ പഠനത്തിന് ഏറെ അനുയോജ്യമായിരുന്നു. പിൽക്കാലത്ത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും പുതിയ കെട്ടിടങ്ങളും ലാബുകളും നിലവിൽ വരികയും ചെയ്തു. ഇന്ന് കാണുന്ന വിശാലമായ ക്യാമ്പസ് ദശാബ്ദങ്ങളുടെ വളർച്ചയുടെ ഫലമാണ്. ചികിത്സാരംഗത്തും ഈ കോളേജ് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. കോളേജിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയിൽ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ മികച്ച ആയുർവേദ ചികിത്സ ലഭ്യമാക്കിവരുന്നു. പഞ്ചകർമ്മ ചികിത്സ മുതൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വരെ ഇവിടെ വിജയകരമായി നടത്തിവരുന്നു. ഇത് തൃപ്പൂണിത്തുറയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമായി മാറ്റി. വിദ്യാഭ്യാസരംഗത്ത് ബിരുദ കോഴ്സുകൾക്ക് പുറമെ വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ MD കോഴ്സുകളും ഇവിടെ ആരംഭിച്ചു. ശാലക്യതന്ത്രം, കായചികിത്സ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിൽ ഈ കോളേജ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഇഴചേരലാണ് ഈ കോളേജിന്റെ പ്രത്യേകത. പ്രാചീന ഗ്രന്ഥങ്ങളിലെ അറിവുകൾക്കൊപ്പം ആധുനിക രോഗനിർണയ രീതികളും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പരിചിതമാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയുർവേദ പ്രേമികൾ ഇന്നും ഈ വിദ്യാലയത്തെ ഒരു വിജ്ഞാന കേന്ദ്രമായി കാണുന്നു. ധാരാളം പ്രഗത്ഭരായ വൈദ്യന്മാരും അധ്യാപകരും ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവരുടെ കഠിനാധ്വാനമാണ് കോളേജിനെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. സർക്കാർ തലത്തിൽ ലഭിക്കുന്ന പിന്തുണയും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകുന്നു. ഔഷധസസ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ കോളേജ് ക്യാമ്പസിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. 100-ലധികം വർഷത്തെ ചരിത്രമുള്ള തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആയുർവേദത്തിന്റെ സുവർണ പാരമ്പര്യം വരുംതലമുറകളിലേക്ക് കൈമാറുന്ന ഒരു വിളക്കുമാടമായി ഇന്നും നിലകൊള്ളുന്നു. ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ആയുർവേദത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്.